ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം നൽകാനും നിർദ്ദേശിച്ചു. BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി, സംസ്ഥാന സമിതി അംഗം PR ശിവശങ്കർ എന്നിവർ നൽകിയ പരാതിയിലാണ് വനിതാ കമ്മീഷന്റെ നടപടി. വിവരങ്ങളുമായി ഗൗതം ചേരുന്നു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ദേശീയ വനിതാ കമ്മീഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ ഇടപെടുകയാണ്. BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി, അതുപോലെ തന്നെ PR ശിവശങ്കർ എന്നിവർ നൽകിയ പരാതി പ്രകാരമാണല്ലോ നടപടി. ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാനല്ലേ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഗൗതം. വിനോദേ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചു വരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതി അംഗം PR ശിവശങ്കറും ഇന്നലെ ഡൽഹിയിൽ ദേശീയ വനിതാ കമ്മീഷൻ ആസ്ഥാനത്തെത്തി പരാതി നൽകിയത്. ഈ പരാതിയിലാണ് വളരെ വേഗത്തിലുള്ള നടപടി ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് ഇപ്പോൾ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരാഴ്ചക്കകം ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ പകർപ്പ് ഈ കമ്മീഷന് നൽകണം എന്നുള്ളതാണ്. BJP സമർപ്പിച്ച പരാതിക്കകത്തും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നത് ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ പകർപ്പ് ദേശീയ വനിതാ കമ്മീഷൻ പരിശോധിക്കണം. കാരണം ഇപ്പോഴും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ പറ്റി ഒരു വിവരവും പൊതുസമൂഹത്തിനില്ല. അത് പൊതുസമൂഹത്തിന് അറിയുവാനുള്ള താല്പര്യമുണ്ട്. മാത്രമല്ല, വലിയ ലൈംഗിക ആരോപണം ഈ കമ്മീഷൻ കണ്ടെത്തുകയും അത് ഈ റിപ്പോർട്ടിനകത്ത് പരാമർശിക്കുകയും ചെയ്തു. സ്വാഭാവികമായും അത്തരം കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ വരേണ്ടത് അനിവാര്യമാണെന്നും BJP ഈ പരാതിക്കകത്ത് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ വിളിച്ചു വരുത്തിക്കൊണ്ടുള്ള നടപടി ദേശീയ വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്നാൽ CPI നേതാവ് ആനി രാജയെ പോലുള്ള നേതാക്കൾ ഇപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ട് വിളിച്ചു വരുത്താനുള്ള ദേശീയ വനിതാ കമ്മീഷന്റെ നിലപാടിനെ തള്ളി രംഗത്തെത്തിയിട്ടുമുണ്ട്. വിനോദ്, അതേപോലെ ഗൗതം, അതേപോലെ മറ്റൊരു കാര്യം, ഈ ആനി രാജ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന കക്ഷിയാണ്. പ്രത്യേകിച്ചും മുകേഷ് രാജിവെക്കണം എന്നൊക്കെ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ്. പക്ഷേ ഈ ദേശീയ വനിതാ കമ്മീഷൻ ഇടപെടുമ്പോൾ അതിനെ എതിർക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും നമുക്കത് ഇതെങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നു ഇവരുടെ ഈ നിലപാടിനെ? ഗൗതം. വിനോദേ, ആനി രാജ കഴിഞ്ഞ ദിവസങ്ങളിൽ മുകേഷ് രാജിവെക്കണമെന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി എന്നത് വസ്തുതയാണ്. അത് നമുക്കറിയാം. വ്യാപകമായ പ്രതിഷേധം മുകേഷിനെതിരെ ഉയരുന്ന ഘട്ടത്തിൽ അതിൽ മറിച്ചൊരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നിലനിൽപ്പിനെ ബാധിക്കും. മാത്രമല്ല, ആനി രാജയെ തള്ളിക്കൊണ്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം തന്നെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. അതിനാൽ ഇവരെല്ലാം നടത്തുന്നത് ചില അഡ്ജസ്റ്റ്മെന്റ് പ്രതികരണമാണ് എന്ന് തന്നെ വേണം അതിലൂടെ മനസ്സിലാക്കാൻ. അതെ, വ്യക്തമാണ്. വളരെ അഡ്ജസ്റ്റ്മെന്റോട് കൂടിയാണ് നേതാക്കളൊക്കെ പ്രതികരിക്കുന്നത്. ദേശീയ തലത്തിൽ പ്രതികരണം നടത്തുമെങ്കിലും ദേശീയ വനിതാ കമ്മീഷൻ ഇടപെടുമ്പോൾ അതിനെ ആനി രാജ എതിർക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.